പക്ഷികൾ കൂടുകൂട്ടിക്കണം. രാജ്യത്തിന്റെ കരുത്തും ഭാവി വാഗ്ദാനവുമാകേണ്ട പൊതുതലമുറ ലഹരിയാൽ ചിന്താശേഷി നഷ്ടമായി മനുഷ്യത്വം നിറവേറ്റി മൃഗതുല്യമായ ഭീകരാവസ്ഥ. ലിംഗവ്യത്യാസമില്ലാതെ ലഹരിക്കായി കുട്ടികൾ ലൈംഗിക ചൂഷണത്തിന് പോലും വിധേയമാകുന്ന വേദനാജനകമായ കാഴ്ച. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന, അതിക്രമങ്ങൾ നിത്യസംഭവമാകുന്നു, ആത്മഹത്യയും കൊലപാതകങ്ങളും വർദ്ധിക്കുന്നു. ഈ നാടിന് മോശമെന്ന് ദൃശ്യമാധ്യമങ്ങളിലൂടെ മാത്രം പരിചിതമായ ലഹരി എന്ന മഹാവിപത്ത് നമ്മുടെ പടിവാതിൽക്കൽ വെച്ചു നിൽക്കുന്നുവെന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും തിരിച്ചറിയാം. ലഹരിക്കെതിരായ പോരാട്ടം ഭരണകൂടത്തിന്റെയോ പോലീസിന്റെയോ മാത്രം കർത്തവ്യമായി കരുതാതെ നാം ഓരോരുത്തരും പ്രതികരണത്തിന്റെ കണ്ണികളാണ്. ലഹരിക്കെതിരെ പഴയൊരുക്കവുമായി ഇൻഫാന്റിസം കെണി. കരുത്തായി കനലായി ജ്വലിക്കേണ്ട യൗവനം ഭ്രാന്തമായി തച്ചുടയ്ക്കുന്നു ലഹരിയ. കരുത്തായി കനലായി ജ്വലിക്കേണ്ട യൗവനം ഭ്രാന്തമായി തച്ചുടയ്ക്കുന്നു ലഹരിയ. ക്ഷണികമായുള്ളൊരു സൗഖ്യത്തിനായി കൈവെടിയുന്നു നാം ഈ സ്വപ്നസംഘങ്ങളെ. ക്ഷണികമായുള്ളൊരു സൗഖ്യത്തിനായി കൈവെടിയുന്നു നാം ഈ സ്വപ്നസംഘങ്ങളെ. നിന്നെ തിരയുന്ന മാത്രയിൽ ബന്ധങ്ങളൊക്കെയും ബന്ധനമായി ശലഭമായി പാറിപ്പറക്കേണ്ട നാളുകൾ യുദ്ധയായി തന്നെ ചടഞ്ഞുകൂടി. അയ്യോ, സ്മിത കരയുന്നു. എന്തിനാ കരയുന്നേ? കാര്യം പറയ് സ്മിത. ഗുഡ് മോർണിംഗ്. 2 മാസം നിങ്ങളൊക്കെ കണ്ടിട്ട് എന്തുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? മാഷെ, സ്മിത കഴിയുന്നു. ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. എന്തിനാ മോളെ കരയുന്നത്? മോൾക്ക് എന്ത് പറ്റും? മക്കളെ, സത്യമാണ്, നിങ്ങൾ ആരെങ്കിലും ഈ കാശ് എടുത്താ? നിങ്ങൾ ആരെങ്കിലും ഈ കാശ് എടുത്തോ? നിങ്ങൾ 3 പേരും എന്താ വേണ്ടാത്തത്? നിങ്ങൾ കാശ് എടുത്തത്? ഇവർക്ക് ഇതെന്ത് പറ്റി? ഇവർ സാധാരണ ഇങ്ങനെ അല്ലല്ലോ. മാഷെ, ഇവർ ഗേറ്റിന് പുറത്ത് 2 ചേട്ടന്മാരിൽ നിന്നും എന്തോ വാങ്ങി കഴിക്കുന്നത് ഞാൻ കണ്ടു. അത് കഴിച്ച ശേഷം ഇവർ ആരോടും ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾ അവരുടെ കയ്യിൽ നിന്നും മിഠായിയോ മറ്റെന്തെങ്കിലും വാങ്ങി കഴിച്ചേ?
അതെ, കഴിച്ചു മാഷെ. നിങ്ങൾക്ക് മിഠായി വാങ്ങാനുള്ള കാശ് എവിടെ നിന്ന് കിട്ടി? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾക്ക് കാശ് എവിടെ നിന്ന് കിട്ടി? അപ്പോ നിങ്ങളാണ് മിഠായി വാങ്ങാനായി മോഷണം നടത്തിയത് അല്ലേ? അതെ, ഇനി ആവർത്തിക്കില്ല മാഷെ. ആ മിഠായി കഴിച്ച ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നു? വല്ലാത്തൊരു തലവേദന. നിനക്കോ? സ്വർഗത്തിലെത്തിയതുപോലെ. സ്വർഗത്തിലെത്തിയതുപോലെ. കഴിഞ്ഞ 2 മാസമായി ഞാനും എൻ്റെ കുടുംബവും അനുഭവിച്ച വേദന നിങ്ങൾക്ക് അറിയാമോ മക്കളെ? അതിന് കാരണം നിങ്ങൾ ഈ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത് ഈ ലഹരിയാണ്. എനിക്കൊരേ ഒരു മകനാണ് ഉണ്ടായിരുന്നത്, എൻ്റെ വിനീത്. പഠനത്തിൽ കലാകായിക രംഗത്തും പ്രതിഭ തെളിയിച്ചത്. അധ്യാപകരായിരുന്ന ഞാനും അവൻ്റെ അമ്മയും അവനെ തീരെ ശ്രദ്ധിച്ചതേയില്ല. കാരണം ഞങ്ങൾക്ക് അവനെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. ക്രമേണ അവന് പരീക്ഷയിൽ മാർക്ക് കുറയാൻ തുടങ്ങി. ആ പ്രായത്തിലെ കുട്ടികൾക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു മാറ്റമായി മാത്രം ഞങ്ങളത് കരുതി. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ അവൻ എപ്പോഴും മുറുക്കുകളിൽ തന്നെ കഴിയാൻ തുടങ്ങി. ഒരു ദിവസം അവൻ്റെ അമ്മയ്ക്ക് മുറി വൃത്തിയാക്കുന്നതിനിടയിൽ മേശയ്ക്കുള്ള ഒരു സെർജ് കിട്ടി. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നമ്മൾ അന്ന് വരെ കാണാതിരുന്ന എൻ്റെ മകനെയാണ് കാണാൻ കഴിഞ്ഞത്. ആക്രോശത്തോടെ നമ്മുടെ നേരെ പാഞ്ഞെടുക്കുന്ന അവൻ്റെ രൂപം എനിക്ക് ഓർക്കുമ്പോൾ തന്നെ കരുത്തായി കനലായി ജ്വലിക്കേണ്ട യൗവനം ഭ്രാന്തമായി തച്ചുടയ്ക്കുന്നു ലഹരിയാ. കരുത്തായി കനലായി ജ്വലിക്കേണ്ട യൗവനം ഭ്രാന്തമായി തച്ചുടയ്ക്കുന്നു ലഹരിയാ. ക്ഷണികമായുള്ളൊരു സൗഖ്യത്തിനായി കൈവെടിയുന്നു നാം ഈ സ്വപ്നശൃംഖങ്ങളെ. ക്ഷണികമായുള്ളൊരു സൗഖ്യത്തിനായി കൈവെടിയുന്നു നാം ഈ സ്വപ്നശൃംഖങ്ങളെ. നിന്നെ തിരയുന്ന മാത്രയിൽ ബന്ധങ്ങളൊക്കെയും ബന്ധനമായി ശലഭമായി പാറിപ്പറക്കേണ്ട നാളുകൾ യുപ്പയായി തന്നെ ചടഞ്ഞുകൂടി. കരയുന്നു. എന്തിനാ കരയുന്നേ? എന്തിനാ കരയുന്നേ? കാര്യം പറയൂ സ്മിത.